അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മത്തിക്കറിയാണേ. മത്തി വെട്ടിക്കൊണ്ടിരിക്കുക. മത്തി വെട്ടിക്കഴിഞ്ഞു. കാർന്നൂർ വരുന്നുണ്ട്. ചാച്ചി ഇനി വന്നേ. ചാച്ചി ഇനി വരട്ടെ, അവിടെ നിൽക്ക്. നീ കിടു വിളിക്കുന്നു. നീ നോക്കൂ എന്നെ. രാത്രി 8 മണിയാവും. അച്ഛ വന്നാൽ ഉടനെ എല്ലാ പച്ചക്കറിക്കും വെള്ളം ഒഴിക്കാൻ പറയണം. വെയിലോട്ട് മണിയണ്ണന് പനിയായിരുന്നു, അതുകൊണ്ട് മണിക്ക് വെള്ളം ഒഴിക്കാൻ. ഞാനും കിടും കൂടെ ഒഴിച്ചോളാം. എല്ലാം പറിച്ചു കളയത്തില്ല. 50 കൂടെ പയറാ പറിച്ചു കളഞ്ഞു. അച്ചാച്ചിയുടെ ഒരു പയർ ആണോടാ? പറിച്ചു കളയോ? അവനതിനകത്ത് കേട്ടോ മറ്റെല്ലാം ചവിട്ടി തേക്കോ. ശീലം നിൽക്കുന്നതോ കിളുത്ത് വരുന്നതെല്ലാം കുഞ്ഞിന് കിളുത്ത് കാണുന്നവരെ കുഞ്ഞിന് അറിയത്തില്ല. എടാ അങ്ങനെ പറയല, അപ്പക്ക് പേടിയായുണ്ടല്ലേ. ആ നിന്നെ ആര് നോക്കും? ആണോ? എന്നാ വേറെങ്ങും ദൂരോട്ടെങ്ങും പോവല്ലോ, അപ്പക്ക് പേടിയാ. ആ ഇന്ന് പപ്പ എടുത്തിരുന്ന് കളിക്കാം. ബാ. ആ എൻ്റെ കാവൽക്കാരതേ കിടക്കുന്നു. അയ്യോ അങ്ങനാണോ? ഞാനപ്പേ സഹായിക്കുവാ. കൂലി ചോദിക്കുവോ? ഇന്ന് കൂലി വേണ്ട, ശമ്പളം വേണ്ട. ഇന്ന് അപ്പേ സഹായിക്കുന്നോണ്ടാണോ? എല്ലാം ചെയ്യുന്നല്ലേ. എൻ്റെ പൊന്നുമോനെ ഉള്ളു എന്നെ സഹായിക്കാൻ. ഞാൻ അടിച്ച് വരുന്നതിന് എന്നെ സഹായിക്കാൻ വന്ന. നിങ്ങൾ പെരപ്പുറത്ത് അറപ്പൊടി ഇട്ട് ഉണങ്ങിയായിരുന്നേ. ബാ. ഞാനും കിടുവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അച്ചാച്ചി പോത്തിനെ കഴിക്കാൻ പോയി. വരുമ്പോൾ ഇനി ഒരു 8 മണിയാവും രാത്രിയിൽ. അണ്ണാണിയും കുഞ്ഞാവയും സുലു അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയതാണ്. രാവിലെ പോയതാ, പക്ഷെ ടോക്കൺ ലേറ്റായിപ്പോയി. ബുക്കിംഗ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ വരാൻ ലേറ്റാവും. എന്നെ കിടു നോക്കിക്കോളാം എന്നുള്ള ഗ്യാരണ്ടി പുറത്ത് അച്ചാച്ചി പോത്തിനെ കഴിക്കാൻ പോയിരിക്കുന്നത്. എന്നെ നോക്കി വരുന്നുണ്ട്. അപ്പോൾ തൈക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. ചെടിയുടെ തൈക്ക് നമ്മൾ മറ്റേ ഫ്രൂട്ട്സിനൊക്കെ രാത്രി ആയാലും ഒഴിക്കും, പക്ഷേ പച്ചക്കറി തൈക്ക് ഇപ്പോഴും ഞാൻ ഒഴിക്കുക. എങ്ങോട്ടടിച്ചിൻ്റെ? ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പുറത്തിറക്കി വെച്ചേക്കുന്ന ഈ കൂട് കൊടുക്കുന്നുണ്ടോയെന്ന്. നമ്മുടെ കോഴിക്കുഞ്ഞ് ചെറുതായതുകൊണ്ട് ആ കൂട്ടിലിട്ടേക്കുന്നതുകൊണ്ടാണ് ഇതെടുത്ത് പുറത്ത് വെച്ചേക്കുന്നത്. അവർ വലുതാവുമ്പോൾ ഇതെടുത്ത് നമ്മൾ അകത്ത് വെക്കും. ഇത് ഉപേക്ഷിച്ച സാധനമല്ല. കൃഷി കാണിച്ചു തരാം. എൻ്റെ മോൻ അപ്പേൻ്റെ പുറകെ വാ. പുറകിൽ കിടുവോ? ഇതെല്ലാം നമ്മൾ മാറ്റി നടും കേട്ടോ. ഈ തൈയൊക്കെ ഇടു. താഴത്തൊന്നും ചവിട്ടല്ലേ. ആ ഒരു മെയിൻ പൈപ്പ് ഇട്ടിട്ട് ഇടയ്ക്കെല്ലാം വാൽവ് കൊടുത്തേക്കുന്നതാണ്. അല്ല ഇതിനകത്ത് റോസ് വലിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിക്കും. ദേ ആ ചെടിയിലൊന്നും ചവിട്ടി കളയില്ല. ചേച്ചി എന്നെ ശരിയാക്കും. അങ്ങോട്ട് ഈ വലിയ വഴുതനങ്ങില്ലേ, ഈ വഴുതന ഇതിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കണം. മനസ്സിലായോ? നീ കുളിക്കണ്ട. നമ്മളിങ്ങനത്തെ പൈപ്പിൻ്റെ ഇടയ്ക്ക് വാൽവ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസ് വലിച്ചുകൊണ്ട് പോകാണ്ട് തന്നെ നമുക്ക് വെള്ളം ഇത് കണ്ടോ. ഇതൊരു വാൽവ്, ഇത് വേറൊരു വാൽവ്. ഞാനിതങ്ങ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അവനവിടെ ഫോഴ്സ് കുറഞ്ഞോളും. അയ്യോ എവിടെ ഇതിൻ്റെ ഇട്ടത്താ. നീണ്ട അടിയും പിടിയെല്ലാം കഴിഞ്ഞ് നനച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൻ സമ്മതിക്കുന്നില്ല. ഞാൻ ചെയ്യാം അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം. എല്ലാ വാൽവും തുറന്ന് വെച്ചേക്കും. വാൽവേ തുടരുത്, എല്ലാ വാൽവും തുറന്ന് വെച്ചേക്കും. അങ്ങനെ നനച്ച് കഴിഞ്ഞിട്ട് പാത്ത് പുറത്തിറങ്ങിയോടാ. ഇറങ്ങിയോ? തപ്പിട്ട് പോയോ? ഇന്ന് കുളിക്കണം.
ആ എൻ്റെ പൊന്നു കുളിക്കണം. നാളെ പിന്നെ അവധിയായതുകൊണ്ട് കുഴപ്പമില്ല. അവർക്ക് ഇന്ന് ഏതില്ലേലും കുഴപ്പമില്ല. ആ ആണ്. ഇപ്പം എഴുതണോ? ആ ഓ വേണ്ടാത്ത എഴുതണ്ടല്ലോ. പിന്നെന്താ? നമുക്ക് അച്ചാച്ചിയോട് പറഞ്ഞാലോ രാത്രി നമുക്ക് ടെൻറ്റ് കെട്ടിത്തരാൻ. കപ്സ് കഴിച്ചാലോന്നോ? ആ കഴിക്കാലോ. ഇക്കാര്യത്തിലൊക്കെ ഞാനും എൻ്റെ കിടു ഒറ്റ മനസ്സാ. ഞങ്ങൾക്ക് ടെൻറ്റ് കെട്ടുക, ആറ്റുതീരത്ത് കിടക്കുക, എന്തെങ്കിലുമൊക്കെ ചുട്ടും കൊടുത്തുമൊക്കെ തീയൊക്കെ കത്തിച്ച് കാപ്പിയൊക്കെ ഇട്ടിരിക്കുക. ഇതിലൊക്കെ ഞങ്ങളൊരൊറ്റ കെട്ടാ ഞാനും കിടും. ഇന്ന് കുറേ പണിയുണ്ടായിരുന്നു അമ്മ ഇല്ലാത്തതുകൊണ്ടേ. മാത്രമല്ല അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ചെയ്യത്തില്ല പഴയ പോലെ. അതുകൊണ്ട് മടി പിടിച്ചിരിക്കാനും പറ്റത്തില്ല എനിക്ക്. എവിടെ നോക്കട്ടെ സ്ക്വയർ? ഇതാണോടാ നിൻ്റെ സ്ക്വയർ? ഇതാണോടാ നിൻ്റെ സ്ക്വയർ? ആ കൊള്ളാം, സൂപ്പർ. അപ്പം ഇഷ്ടപ്പെട്ടു. ആ വട്ടം അപ്പയ്ക്ക് അറിയത്തില്ല. ഹായ്, നമ്മൾ 2 റെഡ്. ചിലർക്ക് തോന്നും കിടുവിനെന്നും ഈ ബനിയനെ ഉള്ളൂ. കിടുവിൻ്റെ ഒട്ടുമിക്ക ബനിയൻ്റെ കളറും ഇതാ. സ്പൈഡർമാൻ്റെ കൂടുതൽ, അതുകൊണ്ടാണ് ഈ ഒരു കളർ കാണുന്നത്. നണിഞ്ഞ് കുട്ടപ്പനായി. അപ്പൊ കുളിപ്പിക്കട്ടെ പൊന്നിനെ? അപ്പക്ക് എന്തൊക്കെ ചെയ്തു തരുന്നു? അപ്പക്ക് ഒറ്റയ്ക്ക് പേടിയാ. അതുകൊണ്ടാണോ തൂത്തുവാരിയേ? അപ്പൊ വല്ല കള്ളന്മാരും പിടിക്കാൻ വന്നാ നീ എന്ത് ചെയ്യും? ഞാനോ മറ്റേ വെടിയുടെ തോക്കെടുത്ത് അവന്റെ മോന്നക്കെറിയും. തോക്കെടുത്ത് എറിയുവാണോ? വെടിവെക്കുമല്ലേ? വെടിവെച്ച് കഴിയുമ്പോ അവന്റെ പുറകെ വന്ന് ഒറ്റ കൊള്ളും കൊള്ളും. അപ്പത്തേക്കിനും അപ്പഴ ചാക്ക് അവന്റെ താപ്പോട്ട് വീഴും. പ്രേതം വന്നാലോ? പ്രേതം വന്നാൽ അവന്റെ മോന്തയ്ക്ക് ഇടും. ആദ്യം ആരാ കരഞ്ഞോണ്ടോടുന്നേ? എടാ കള്ള, 5 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ വാലേന്ന് മാറത്തില്ല. പേടിയാന്നും പറഞ്ഞ് തലമൊത്ത വെള്ളം പേടിയാന്നും പറഞ്ഞ് മാറത്തില്ല അവൻ. അപ്പക്ക് ധൈര്യമല്ലേ? അപ്പയ്ക്ക് ധൈര്യം. അപ്പോൾ കിടുവുള്ളതാണ് അപ്പയുടെ ധൈര്യം. അച്ചാച്ചി പറഞ്ഞില്ലേ കിടുവിനോട് നോക്കണേന്നപ്പേ? ഞാൻ പോയല്ലോ. അയ്യോ എനിക്ക് പേടിയാ. നീ പോയാ? ഞാൻ പോവാ. എനിക്ക് പേടിയാടാ. പോവല്ലോടാ. അങ്ങനെ പറയല്ലേ. ഇന്ന് സ്കൂളിൽ എന്തോ ഉണ്ടായിരുന്നു വിശേഷം? ഞാൻ പോവാ. എന്നാൽ ഞാനും പോവേ. പിന്നെ നീ തന്നെ കരയുവേ. എങ്ങോട്ടേ പോന്നേ? കള്ളന്മാർ കാണോ അവിടെ നിന്നെ പിടിച്ചോണ്ട് പോവാ ആദ്യം? അങ്ങനൊന്നും എനിക്ക് പേടിയൊന്നുമില്ലേ. അമ്മ ആണ്ട് അവിടെ പോയി ഒളിച്ചിരിക്കുന്നത്. ഞാൻ പേടിക്കാൻ വാ കിടൂ. അപ്പയ്ക്ക് പേടിയാ. വന്ന് ചോദിക്കട്ടെ സ്കൂളിൽ എന്തോ ഉണ്ട് വിശേഷം? ഇന്ന് ആരാ വഴക്കുണ്ടാക്കിയേ? നീ ആരെയൊക്കെ വഴക്കുണ്ടാക്കി? വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കല്ല് കെട്ടുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേരെ കണ്ട് കൊട്ടേഷൻ എടുത്തു. ചിലർ അടിക്കണക്കാണ് ഇവിടെ നമ്മൾ കല്ലുകെട്ടിന്. ചിലർ മക്കൾ വിടില്ലായിരുന്നു. ചിലർ ഒരടിക്ക് 40 പറയുന്നു. ചില ടീം ഒരടിക്ക് 35 പറയുന്നു. പിന്നെ ഒരടിക്ക് 30 പറയുന്നവരുണ്ട്. ഇടയ്ക്കപ്പോൾ ഒരു ബെൽറ്റ് വരും. ഇത്തിരി ഹൈറ്റിൽ കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നു. പിന്നെ എല്ലാവരും ഓരോരുത്തരത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച 5 ദിവസം 2 ദിവസമൊക്കെ ഓരോരുത്തരത്ത് പണിയുണ്ട് ബാക്കി. അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രീ ആവത്തുള്ളൂ. ഫ്രീ ആവുന്നതനുസരിച്ച് നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്യും. അറിയത്തില്ല. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ. അത് എന്താവും വീട് പണി തുടങ്ങി വെച്ചിട്ട് നടക്കുമായിരിക്കല്ലേ? തുടങ്ങി വെച്ചാലല്ലേ നടക്കുമല്ലോ എന്ന് അറിയാൻ പറ്റുമോ? തുടങ്ങട്ടെ. അടുത്ത എന്താ പരിപാടി വീട്? ഹോംവർക്ക് ചെയ്യാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഹോംവർക്ക് ചെയ്യാത്തതോ? അതാണോ പണി? ഹോംവർക്ക് ചെയ്യാത്തതാണ് അടുത്ത പണി. ഇപ്പം എവിടെ നിന്നാടാ വന്നത് മരഭൂതമേ? നീ എന്തിനാണോ തുറന്നേ? ഏത് കാറിൽ? ഇവനോ ഞാൻ ഒറ്റയ്ക്കാണ്. എങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തള്ളി നിൽക്കും? 2 പേർക്കും പേടിയാ. കുഞ്ഞാവില്ലാത്തപ്പോൾ ഞാനും കിടും കൂടെ വെളി കിടക്കുവേ. 2നും പേടിയാ. കെട്ടിപ്പിടിച്ച് കിടക്കും. ഇവ എന്നിട്ട് പ്രേതക്കഥ പറയും എന്നോട് എന്നെ പേടിപ്പിക്കാൻ. എന്നിട്ട് ഇവ അലറി കരയും. അപ്പേ എനിക്ക് പേടിയാണെന്നും പറഞ്ഞു കഥ പറഞ്ഞു തുടങ്ങുന്ന അവൻ പേടിക്കുന്നതും അവൻ. കൃഷ്ണ നീ എവിടെ? നീ ഒരു സൂത്രം കട്ടിയില്ലേ? അമ്മാവനെ നീ വധിച്ചില്ലേ? തകർത്തതെ മാറി മാറി വന്ന് നിന്നതും കൃഷ്ണയല്ലേ? തകതിത്തതെ മാറി മാറി വന്ന് നിന്നതും കൃഷ്ണനല്ലേ? തകതിത്തതെ നിന്റെ അടുത്ത് നടക്കത്തില്ല. എന്റെ കൊച്ചിനെ അടിക്കുന്നോടാ. എന്നാടാ പപ്പി? പോടാ അടിക്കുന്നു. എന്തുവാടാ? കറ കുട്ടി കയറിക്കേ. ഇവിടെ വന്നേ പപ്പി ചെറുക്ക. ഇങ്ങനെ വന്നേ കൂട്ടി കയറിക്കേ. ബാ കറ. നമുക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. ഇത് വെട്ടി വെച്ചില്ലെങ്കിൽ
നാളെ മീൻകറി വെക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തിരക്കും കാര്യമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സുലഭം ഒറ്റയ്ക്ക് വെട്ടേണ്ടി വരും. കിടു മീൻ പട്ടി എടുക്കാണ്ട് നോക്കാപ്പ വരുന്നേ. ഒരു പാത്രം എടുത്തിട്ട് വരാം. ഇതാണ് അപ്പ. അപ്പ മീൻ വെട്ടുകയാണ്. അപ്പഴ ആരൊക്കെ വന്നേക്കുന്നേ? പാത്തു, കോക്കോ, ഉമ്മച്ചൻ. ഇതെന്തോ മീനാ കിടു? ഇതാണ് കേര. കേരയോ? ആണ്. കേര. എങ്ങനെ അറിയാം ഇത് കേരയാന്നൊക്കെ? എനിക്കറിയാം. ആണോ? ഇത് കേരയാണോ? അപ്പ കണ്ടിട്ടില്ല. എനിക്ക് കേരയാന്ന് അറിയാന്ന്. എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ മോൻ അറിയാവുന്നത് ഇത് കേരയാന്ന്. ഇത് കേരയാന്ന് എനിക്കറിയാം. ആണോ? എങ്ങനെ പഠിച്ചു? അതൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ വീഡിയോയില്. പറഞ്ഞോട്. ഇതാണ് കേര. അതെ, ഇതാണ് കേര. ആ, പക്ഷെ ഞങ്ങളെ നാട്ടിൽ ഇതിനെ കിളിമീനെന്ന് പറയും. ഇത് കിളിമീനായിരുന്നേ, കേരയല്ല. ഇതാണ് പേര. പേരയോ? നേരെ പിടിച്ചേക്കാ. ഇതാണോ പേര? അങ്ങനെ പിടിച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ തരത്തില്ല കേട്ടോ, ഇങ്ങനെ ഓടുവാണെങ്കിൽ. ഇതാണോ പേര? ഇതാണ് കേര. കേരയാണോ ഇത്? ഇതേ പിന്നെ ഫോൺ മാറ്റുന്നു. ഫോണിൻ്റെ അകത്തോടെ നോക്ക്. ഇത് കേരയാണോ? ഇത് പേര. ഇതല്ലേടാ കിളിമീൻ. ഒന്നും കൂടെ. ഇതെന്താ മീനാ? ഇതാണ് പേര. പോടാ അവിടുന്ന്. ഇവിടുന്ന് പോണം. ഇതാണ് കുടിച്ചോ, ഊതി ഊതി കുടിച്ചോ. ആർക്കാ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഇഷ്ടം? ഗുത്തന്. എല്ലാവരും അറിയാം. ഗുപ്തനാരാടാ? ധൈര്യശാലിയെ കണ്ടോ? എന്നെ നോക്കാമെന്ന് പറഞ്ഞ വ്യക്തിയായി കിടക്കുന്നത്. അപ്പനെ ഞാൻ പൊന്നു പോലെ നോക്കും. പേടിക്കണ്ട, കള്ളന്മാർ വന്നടിക്കാൻ. എന്ത് ചെയ്യാൻ? മുഖം നോക്കട്ടെ. എന്താ താഴെ കിടക്കാത്ത? കട്ടിലേ കിടക്കാത്ത എന്താ? നമ്മളുള്ള ആർക്കാ വീട് ഏറ്റവും പേടി? അപ്പയ്ക്കാണോ, വീടുവിനാണോ, മാമനാണോ? ആരാ പേടിത്തുണ്ടൻ? കള്ള, നീ ഉറക്കമല്ലെന്ന് എനിക്കറിയാം. ആയോ? മുഖം ഇങ്ങോട്ടും തിരിച്ചു വെച്ച്. ഇങ്ങോട്ടും തിരിച്ചൊന്ന് കാണട്ടെ. ഉറങ്ങാൻ കിടക്കുക ഒരുത്തൻ. ഇത്രയും വലിയ 5 വയസ്സാവാറായ ചെറുക്കൻ കിടക്കുന്ന കിടപ്പ് നോക്കി. എടാ, നിന്റെ കല്യാണം കഴിഞ്ഞാൽ നീ എന്നെ കൂടെ കിടത്തോടാ? ഉറപ്പാണോ? ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കട്ടെ, ചോദിക്കട്ടെ. നിന്റെ കല്യാണം കഴിഞ്ഞാൽ നീ എന്നെ കൂടെ കിടത്തുവോ? അവള് വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവളെ തൊഴിക്കുവോ? അവളെ തൊഴിച്ചാൽ നീ ജയിലിൽ പോവും. ഭാര്യനെ തൊഴിച്ചൂടാ. അവൾ തിരിച്ചു തൊഴിക്കത്തില്ലേ നിന്നെ? എന്തുവാ ഫൈറ്റ് ചെയ്യാം? അവളെ നിന്നെ എടുത്തിട്ട് അലക്കും. ഞാൻ വാതുക്കെ വന്ന് നിൽക്കും. കിടുമോനെ, എന്നെ ഒന്ന് അകത്ത് കിടത്താവോ? അപ്പം നീ എന്താ പറയും? കിടത്താന്ന് പറയാം. ഇതൊക്കെ വീഡിയോ കിടപ്പുണ്ട്, നീ നോക്കിക്കോണം. ഇവിടെ സ്വത്താണ്, സ്വത്ത്. ആ,